ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോയുടെ തിരുമുൻപില് നമ്മൾ എത്തുന്നതിൽ കൂടുതലും കണ്ണുനീരോടും സങ്കടത്തോടും കൂടി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിരിക്കും. എന്തെങ്കിലുമൊക്കെ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും. എന്നാൽ ഇന്നത്തെ ഈ ഒരു ദിവസം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഒന്നോർക്കാം. എന്നിട്ട് അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കി നമുക്ക് പറയാം, നല്ല ഈശോയെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരാതിയൊന്നും പറയാനല്ല, ഒന്നും അങ്ങയോട് യാചിച്ച് മേടിക്കാനല്ല, പകരം അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന്, ആ കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന്, നല്ല നാഥ നന്ദി, എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി എന്ന് പറയാനാണ് എന്ന് പറയാം. ഓരോ ദുരനുഭവങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചപ്പോൾ ലോകം പറഞ്ഞു അത് അപ്രതീക്ഷിതമായി സംഭവിച്ചത് എന്ന്. തമ്പുരാന്റെ കരുണയെ വാഴ്ത്തുവാൻ അപ്പോഴും ആരും തന്നെ മനസ്സ് കാണിച്ചില്ല. നല്ല നാഥ, ഒരുപാട് സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലും മറ്റും ഉണ്ടാകുമ്പോൾ, ഒരുപാട് പേര് മരിക്കുമ്പോൾ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ആളുകൾ അവരുടെ ദൈവാനുഭവങ്ങൾ പറയുമ്പോൾ പോലും ആയിരങ്ങൾ മരിച്ചുപോയല്ലോ, അവരെയൊക്കെ എന്തിയെ ദൈവം രക്ഷിക്കാത്തത് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ആയിരങ്ങൾ നിന്റെ വലതു ഭാഗത്തും 10,000 നിന്റെ ഇടതു ഭാഗത്തും മരിച്ചു വീണേക്കാം, എന്നാൽ എൻ്റെ കരം നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുമെന്ന്. ഓരോ വ്യക്തിക്കും കിട്ടുന്ന ആ ദൈവാനുഗ്രഹത്തിൻ്റെ കൃപകളെ, അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് ഈശോയെ, ഞങ്ങൾ ഇന്ന് അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ നിന്ന് വന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് മടങ്ങിച്ചേരേണ്ടതാണ് എന്ന് ഞങ്ങൾക്കറിയാം. നല്ല നാഥ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നാളുകളിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ ഒരു ദിവസത്തെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ നിമിഷങ്ങളെയും, മനസ്സ് പതറിപ്പോകുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇന്നലകളിൽ നീ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള ആ അനുഗ്രഹദായകമായ സമാധാനപൂർണമായ നിമിഷങ്ങളെ ഓർത്ത് തിരിച്ചറിഞ്ഞ് സമചിത്തതയോടുകൂടി ഈ ദിവസം സന്തോഷത്തോടെ, കൃതജ്ഞതയോടെ അങ്ങയുടെ തിരുമുൻപിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.